മുത്തുമണികളെ മലപ്പുറം ചങ്ങായിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ ഇതുവരെ കിട്ടാത്ത ഒരു സങ്കടത്തിലും ഒരു ഞെട്ടലിലും നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ അതുപോലെ ഒരു വലിയ ദുരന്തം ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മുടെ മുന്നിൽ കാണാൻ കഴിഞ്ഞത് വയനാട്ടിലുള്ള ഒരു ഉരുൾപൊട്ടൽ. ഒരുപാട് കുടുംബങ്ങൾ, എത്രയോ മനുഷ്യർ, അതിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാവും, ഒരുപാട് വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ സഹോദരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷികൾ എല്ലാം, ഒരുപാട് ജീവനുകൾ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ജീവനുകളെ പൊലിഞ്ഞ ഒരു സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നും ഒരിക്കലും മറക്കാനും താങ്ങാനും കഴിയാത്ത വലിയ ഒരു സംഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു രാത്രി കിടന്നുറങ്ങുന്നു, ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്നു. എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവും. നേരം പുലർന്നാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഓരോരുത്തരും അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാകുക. ദൈവത്തിനോട് കാവൽ തേടുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. കാരണം എങ്ങനെയാണ് ഈ ഒരു ദുരന്തങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ കഴിയുക? എത്രയോ ആളുകൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മൃഗങ്ങൾ, ഇതൊക്കെ ഒരുപാട് മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സങ്കടങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഏതായാലും ഇത്തരം ദുരന്തങ്ങളൊന്നും നമ്മുടെ കണ്ണു മുന്നിൽ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ഈ ഒരു അവസ്ഥ? ഈ ഒരു ദുരന്ത ഭൂമിയൊക്കെ കാണുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഇത്തരം അപകടങ്ങളൊക്കെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുക? ഒരുപാട് ആളുകൾ, ഉറ്റവർ നഷ്ടപ്പെട്ടവർ, ഉടയവർ നഷ്ടപ്പെട്ടവർ, കുറേ ആളുകളുടെ ഒരുപാട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്നും ആളുകൾക്ക് കിട്ടുന്നത്. ആ ഒരു വീഡിയോകളും ആ ഒരു ഫോട്ടോകളൊക്കെ കാണുമ്പോൾ വല്ലാതെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. ഇത്തരം ദുരന്തങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഈ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ സഹായമായിട്ട് അവിടെ എത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇതിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ജീവനുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് കുഞ്ഞുങ്ങൾ, അതിൽ കുറേ ആളുകൾ ബാക്കിയായവരുണ്ട്. ഒരു കുടുംബം നഷ്ടപ്പെട്ട് ബാക്കിയായ ഒരുപാട് ആളുകളുണ്ട്. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് ദുരന്തങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ തൊട്ടടുത്ത് നമ്മുടെ പരിസരത്തൊക്കെ ഇത് കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്നറിയുമ്പോൾ വല്ലാത്ത വേദനയാണ്. എന്താണ് ചെയ്യുക? മനുഷ്യരായ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. കുറച്ചു മുമ്പ് കവളപ്പാറയിൽ ഉരുൾ പൊട്ടി ഇതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ ഒരു സംഭവം, അതിൻ്റെ ഒന്നും ഞെടുക്കം നമ്മൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അർജുന്, അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ മറ്റൊരു ദുരന്തം നമ്മുടെ തേടി വന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ദുരന്തങ്ങളൊന്നും തന്ന് ഞങ്ങളെ ഒരിക്കലും പരീക്ഷിക്കല്ലേ ദൈവമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാതെ ഈ ഒരവസരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉള്ള കാലം, ജീവിച്ചിരിക്കുന്ന കാലം, ശിഷ്ടമുള്ള കാലം നന്നായിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി തമ്മിൽ വെറുപ്പും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്, കാറ്. എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്.